ഡേ 1 മൈസൂർ. ജാനുവരി 20 വൈകിട്ട് 6 മണിയോടുകൂടി നിർമ്മലയുടെ പൂമുഖത്ത് നിന്ന് 23 കുട്ടികളും 2 അധ്യാപകരുമടക്കം മൈസൂരിലേക്ക് യാത്ര തിരിച്ചു. വളഞ്ഞു വളഞ്ഞ് ഉയർന്നുയർന്ന് ചുരം കയറി നീങ്ങി 21-ാം തീയതി രാവിലെ 7:15 ഞങ്ങൾ ടിപ്പു പിടിച്ചടക്കിയ കൊട്ടാര നഗരത്തിൽ എത്തിച്ചേർന്നു. യാത്രയുടെ ക്ഷീണം അല്പം മാറ്റിവെച്ച ശേഷം ആദ്യം കാലാന്തരങ്ങളുടെ പ്രാർത്ഥനകൾ നിറഞ്ഞ സെൻറ്റ് ഫിലോമിന ചർച്ചിലേക്ക്, പിന്നീട് തത്ത മുതൽ ജിറാഫ് വരെയുള്ള സൂയിലേക്ക്. കാടിനെ അടക്കി ഭരിച്ചിരുന്നവരുടെ ഏകാന്ത ജീവിതത്തെ നിഷ്ക്രിയരായി നോക്കിക്കണ്ടതിന് ശേഷം അല്പം വിശ്രമം. പിന്നീട് പോയത് മൈസൂർ പാലസിലേക്കാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ തന്നെ കലാവൈഭവത്തിൻ്റെ അടയാളപ്പെടുത്തൽ. ശേഷം ബൃന്ദാവൻ ഗാർഡനിലേക്ക്. ഞങ്ങൾ ചെന്നപ്പോൾ പൂന്തോട്ടം നവീകരിച്ചു കൊണ്ടിരിക്കുന്നതിനാലും വാഡിയാർ രാജവംശത്തിൻ്റെ വസതി മുഴുവൻ കണ്ടു തീർത്തതിനാലും ബൃന്ദാവൻ്റെ പുൽപ്പരപ്പിൽ ഞങ്ങൾ വിശ്രമിച്ചു. ശേഷം ആ മനോഹര സായാഹ്ന സവാരിക്ക് വിട പറഞ്ഞുകൊണ്ട് വാട്ടർ ഷോയും കണ്ട് നേരെ DJ പാർട്ടിക്ക്. കുറേയേറെ പേർ അത് ആസ്വദിച്ചെങ്കിലും ഞാനടക്കം കുറച്ച് പേർ വിട്ടുനിന്നു. രാവിലെ മുതൽ നടന്നതിൻ്റെ ക്ഷീണം കൊണ്ടാവാം. അതിനുശേഷം വയറു നിറയെ ഭക്ഷണം കഴിച്ച് നേരെ മുറിയിലേക്ക്. നാളെ കാണാനുള്ള മൈസൂർ കാഴ്ചകളുടെ സൗന്ദര്യമോർത്ത് ഉറക്കം വരുന്നില്ലെങ്കിലും ഞങ്ങളെല്ലാവരും കാലിൻ്റെ പരാതി പ്രമാണിച്ച് അല്പം ഉറങ്ങാൻ തീരുമാനിച്ചുകൊണ്ട് തങ്ങൾക്കനുവദിച്ച മുറികളിലേക്ക് പോയി. ഡേ 2 യാത്രകളുടെ അവശതകൾ മുഴുവൻ ഉറങ്ങിത്തീർത്ത രാത്രി. തലേ ദിവസത്തെ തീരുമാനപ്രകാരം പോകാൻ കഴിയാത്ത ചാമുണ്ഡി ഹിൽസിലേക്കായിരുന്നു ആദ്യ യാത്ര. പുലർച്ചയുടെ ഉന്മേഷവും യാത്രയുടെ ആനന്ദവും ചാമുണ്ഡി ഹിൽസിലെ കാഴ്ചകളെ മനോഹരമാക്കി. സമയത്തെ പാഴാക്കാതെ പൂർണ്ണമായും അവിടുത്തെ ഭംഗി ആസ്വദിച്ച് പ്രഭാത ഭക്ഷണം കഴിക്കാൻ പുറപ്പെട്ടു. ആവശ്യാനുസരണവും ഇഷ്ടാനുസരണവും ഭക്ഷണം, വയറും മനസ്സും നിറച്ച് കൂർഗിലേക്ക്. യാത്രാവേളകളിലെ പാട്ടും വിശേഷങ്ങളും അത്രമേൽ സന്തോഷം നൽകിയ അനുഭവങ്ങളാണ്. കൂർഗിൽ ആദ്യം പോയത് ഗോൾഡൻ ടെമ്പിളിലേക്കായിരുന്നു. സന്യാസ ജീവിതത്തിൻ്റെ ലാളിത്യവും ശില്പ വാസ്തുവിദ്യയുടെ വ്യത്യസ്തതയും അവിടുത്തെ അനുഭവത്തെ ഓർമ്മകളിൽ ശക്തമാക്കി നിർത്തുന്നു. ഉച്ചഭക്ഷണം കഴിഞ്ഞ് റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടി യാത്ര തിരിച്ചു. ചില കാരണങ്ങൾ കൊണ്ട് റിവർ റാഫ്റ്റിംഗ് നടന്നില്ലെങ്കിലും പാറക്കൂട്ടങ്ങളിലെ തടസ്സമില്ലാത്ത ഒഴുക്കിൽ ഞങ്ങൾ ആവോളം സമയം ചെലവിട്ടു. ലക്ഷ്യത്തിൻ്റെ അവസാന ഭാഗമായ ബാംബു ഫോറസ്റ്റിലേക്കായിരുന്നു പിന്നീട് യാത്ര. വൃത്തിയായി പരിപാലിച്ചു വരുന്ന ബാംബു ഫോറസ്റ്റ് തണലും തണുപ്പും വരുന്നവർക്ക് കാഴ്ചയുടെ ആനന്ദവും നൽകുന്നു. അവിടുത്തെ ബോട്ടിംഗ് യാത്ര എക്കാലത്തെയും മികച്ച ഓർമ്മയായി മാറി. നീണ്ടുനിന്ന ഷോപ്പിങ്ങിനു ശേഷം തിരികെ വീട്ടിലേക്ക്. ഇരുട്ടിയ നേരത്ത് വനപ്രദേശത്തിലൂടെയുള്ള മടക്കത്തിൽ കണിശക്കാരനായ കറുത്ത കൊമ്പനെ കാണാനും സാധിച്ചു. വയനാട്ടിൽ നിന്ന് അത്താഴം കഴിച്ചു. മലയിറങ്ങി അതിരാവിലെ നിർമ്മലയുടെ മുറ്റത്ത്. ഒരിക്കലും മറക്കാനാവാത്ത സുഖകരവും ആനന്ദകരവുമായ നല്ലൊരു അനുഭവത്തിൻ്റെ ഓർമ്മകളുമായി പ്രിയപ്പെട്ടവർക്കുള്ള സമ്മാനങ്ങളുമായി തിരികെ വീട്ടിലേക്ക്. നന്ദി.